ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. ഹിസ്റ്ററിയിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കേണ്ട അടുത്ത ഒരു റവല്യൂഷൻ ഉണ്ട്. അതാണ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ എന്ന പാർട്ടിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത്. നമുക്ക് ആ ഒരു വിപ്ലവത്തിൻ്റെ കാരണങ്ങളിലേക്കും മറ്റുമാണ് ആദ്യമേ പ്രവേശിക്കേണ്ടത്. ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൺ കിങ്സ് ആയിരുന്നു. ബൂർബൺ കിങ്സ്. ഇവരുടെ പ്രത്യേകത, ഈ കിങ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന്, അവർ നയിച്ചിരുന്നത് എ ലക്ഷൂറിയസ് ലൈഫ്. ദേ ലെഡ് എ ലക്ഷൂറിയസ് ലൈഫ്. വളരെ ആർഭാടകരമായിട്ടുള്ള ജീവിതമാണ് അവർ നയിച്ചിരുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദെയർ റൂൾ വാസ് ഓട്ടോക്രാറ്റിക്. അതായത് സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഭരണമാണ് അവർ നയിച്ചിരുന്നത്. നാട്ടിലുള്ള ഭൂരിഭാഗം ജനങ്ങളും വളരെ കഷ്ടപ്പാടിലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗം ആളുകൾ മാത്രമാണ് വളരെ നല്ല രൂപത്തിൽ ജീവിച്ചു പോയിരുന്നത്. ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ, അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടിലും പട്ടിണിയിലുമായിരുന്നു. എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ താഴെ തട്ടിലേക്ക് അടിച്ചമർത്തപ്പെട്ടതും ഒരു വിഭാഗം ആളുകൾ വളരെ ഉയർന്ന രൂപത്തിൽ അവർക്ക് എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ലഭിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഫസ്റ്റ് വി വാണ്ട് ടു സ്റ്റഡി ഓർ വി വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ സോഷ്യൽ സിസ്റ്റം ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിലെ സാമൂഹിക അവസ്ഥ, ഫ്രഞ്ച് സൊസൈറ്റി, ആ സൊസൈറ്റിയുടെ കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു 3 ഗ്രൂപ്പ്. ഫ്രഞ്ച് സൊസൈറ്റിയെ 3 ഗ്രൂപ്പുകളായിട്ട് 3 വിഭാഗങ്ങളായിക്കൊണ്ട് തിരിച്ചിരുന്നു. ആ ഗ്രൂപ്പുകളെയാണ് നമ്മൾ സാധാരണ എസ്റ്റേറ്റ്സ് എന്നാ പറയാ. എസ്റ്റേറ്റ്സ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു 3 എസ്റ്റേറ്റ്സ്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്നിങ്ങനെ 3 തട്ടുകളായിട്ട് അല്ലെങ്കിൽ 3 ഗ്രൂപ്പുകളിലായിട്ട് ഫ്രഞ്ച് സൊസൈറ്റിയെ, ഫ്രാൻസിലുള്ള ജനങ്ങളെ എന്ത് ചെയ്തിരുന്നു? ഡിവൈഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിന് ഓരോ സൊസൈറ്റിയും, അതായത് ഓരോ എസ്റ്റേറ്റ്, ഫസ്റ്റ് എസ്റ്റേറ്റ്, അതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നത്, അവർക്ക് എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ടായിരുന്നു. സെക്കൻഡ് എസ്റ്റേറ്റ്, അതിലാരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ടായിരുന്നു. തേർഡ് എസ്റ്റേറ്റ്, അതിലാരൊക്കെ ഉൾപ്പെട്ടു, അവർക്ക് എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പിൽ, ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്നത് ക്ലർജി ആയിരുന്നു. ക്ലർജി എന്ന് പറഞ്ഞാൽ പുരോഹിതർ എന്ന് പറയാം. ഫസ്റ്റ് എസ്റ്റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് ക്ലർജി ആയിരുന്നു. അവർക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്? ഫസ്റ്റ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ഈ ക്ലർജി എന്ന വിഭാഗത്തിന് എന്തൊക്കെ അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത്, they held vast land. അവർക്ക് വളരെ വിശാലമായ ഭൂമി ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ വിശാലമായ ഭൂമി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് നല്ല ഭൂസ്വത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, they collected the tax called tithe from farmers. ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടിത്തെ എന്ന പേരിൽ ഒരു ടാക്സ് ഇവർ കളക്ട് ചെയ്തിരുന്നു. ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടിത്തെ എന്ന പേരിൽ ഒരു ടാക്സ് കളക്ട് ചെയ്തിരുന്നു. വളരെ വലിയ ഭൂമി, നല്ല ഒരുപാട് ഭൂമിയും ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, they exempted from all taxes. എല്ലാ നികുതിയിൽ നിന്നും ഇവരെന്ത് ചെയ്തിരുന്നു?
ഒഴിവാക്കിയിരുന്നു. ഇവർക്ക് ഒരു നികുതിയും അടക്കേണ്ടിയിരുന്നില്ല. And the fourth one is they controlled higher positions in administrative and military service. അവർക്ക് ഭരണത്തിലും അതേപോലെ മിലിറ്ററി സർവീസ്, അതായത് സൈന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇവർ എന്തുണ്ടായിരുന്നു, നല്ല പൊസിഷൻ ഉണ്ടായിരുന്നു ഇവർക്ക്. അല്ലെങ്കിൽ ഇവയൊക്കെ കൺട്രോൾ ചെയ്യാൻ, ഇവയെ നിയന്ത്രിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പവർ ഇവർക്കുണ്ടായിരുന്നു. ഇതായിരുന്നു ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജിക്കുണ്ടായിരുന്ന പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇവയായിരുന്നു. ആൻഡ് ദി സെക്കൻഡ് എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത് നൊബിലിറ്റി എന്ന് പറയും, പ്രഭുക്കന്മാർ എന്ന് പറയാം നമുക്ക്. സെക്കൻഡ് എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്ന നൊബിലിറ്റി, പ്രഭുക്കന്മാർ, ഇവർക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അവർക്കുണ്ടായിരുന്ന അവകാശങ്ങളാണ്: ഒന്ന്, they engaged in military services. അവരെന്ത് ചെയ്തിരുന്നു? മിലിറ്ററി സർവീസ്, അതായത് ആ രാജ്യവുമായി ബന്ധപ്പെട്ട സൈനികപരമായ സേവനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് ഇവരായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ദി സെക്കൻഡ് വൺ, they collected various taxes from farmers. ഇവരും ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് വിവിധ തരത്തിലുള്ള ടാക്സുകൾ എന്ത് ചെയ്തിരുന്നു? കളക്ട് ചെയ്തിരുന്നു. they collected taxes from the farmers. ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് വിവിധ തരത്തിലുള്ള ടാക്സുകൾ ഇവരെന്ത് ചെയ്തിരുന്നു? കളക്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ദി തേർഡ് വൺ, മേഡ് ഫാർമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജസ്. ശമ്പളം കൊടുക്കാതെ, കൂലി കൊടുക്കാതെ ഇവർ എന്ത് ചെയ്തിരുന്നു? ഫാർമേഴ്സിനെ കൊണ്ട്, കൃഷിക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ദി ഫോർത്ത് വൺ, ദ എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. ഇവരും എല്ലാ തരം ടാക്സുകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരാണ്. ഇവരൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല, ഒരു തരത്തിലുള്ള ടാക്സും അടക്കേണ്ടിയിരുന്നില്ല. ആൻഡ് ദി നെക്സ്റ്റ് വൺ, ദേ ലെഡ് ലക്ഷൂറിയസ് ലൈഫ്. ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. വളരെ ആർഭാടത്തോടു കൂടിയുള്ള ജീവിതമാണ് ഇവർ നയിച്ചത്. ആൻഡ് ദി ലാസ്റ്റ് വൺ, ദേ ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. വളരെ വിശാലമായ ഭൂമി ഇവരും കൈവശം വെച്ചിരുന്നു. അപ്പൊ ഈ രണ്ട് എസ്റ്റേറ്റ് നോക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ രണ്ട് വിഭാഗത്തിന്റെ അടുക്കൽ എന്തുണ്ടായിരുന്നു? ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു. ഈ രണ്ട് വിഭാഗവും സാധാരണക്കാരായ ആളുകളിൽ നിന്ന് എന്ത് ചെയ്തിരുന്നു? ടാക്സ് പിരിച്ചിരുന്നു. അതാണ് ഈ രണ്ട് എസ്റ്റേറ്റ്, ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റ്. ഇനി തേർഡ് എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്, ആ തേർഡ് എസ്റ്റേറ്റ് അറിയപ്പെടുന്നത് ദ മിഡിൽ ക്ലാസ് എന്നുള്ളതാണ്. മിഡിൽ ക്ലാസ്. ഈ മിഡിൽ ക്ലാസ്സിൽ ഉൾപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ തേർഡ് എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്ന വിഭാഗം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു, ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു, ലോയേഴ്സ് ഉണ്ടായിരുന്നു, ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ബാങ്കേഴ്സ് ഉണ്ടായിരുന്നു, അതേപോലെ ഫാർമേഴ്സ് ഉണ്ടായിരുന്നു, ക്രാഫ്റ്റ്സ്മെൻ ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റു ചെറിയ തൊഴിലുകൾ ചെയ്ത് ജീവിച്ചിരുന്ന എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിയിരുന്നത് ഈ തേർഡ് എസ്റ്റേറ്റിലായിരുന്നു, മൂന്നാമത്തെ എസ്റ്റേറ്റ്. ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു. കാരണം മുകളിലുള്ള മറ്റ് രണ്ട് എസ്റ്റേറ്റുകളും ഇവരെ നന്നായിട്ട് പിഴിഞ്ഞിരുന്നു എന്ന് നമുക്ക് പറയാം. ഇവരെ നന്നായിട്ട് ചൂഷണം ചെയ്തിരുന്നു. എന്താണ് ഈ തേർഡ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന അവകാശങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ ദുരിതങ്ങളാണ് ഈ തേർഡ് എസ്റ്റേറ്റ് അനുഭവിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ ഒന്നാമത്തേത്, നോ റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. നാട്ടിലെ ഭൂരിഭാഗം ആളുകളും ഈ ഒരു തേർഡ് എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നു എങ്കിലും അവർക്ക് എന്തുണ്ടായിരുന്നില്ല? they had no role in administration. ഭരണകാര്യത്തിൽ അവർക്കൊരു റോളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. And the second one, paid land tax, namely tille to the government. ഇവർ ഗവൺമെന്റിന് ടിലെ എന്നു പേരുള്ള ലാൻഡ് ടാക്സ് കൊടുക്കണമായിരുന്നു. ഗവൺമെന്റിന് ടിലെ എന്നു പേരുള്ള ടാക്സ് കൊടുക്കണമായിരുന്നു. നെക്സ്റ്റ് വൺ, ലോ സോഷ്യൽ സ്റ്റാറ്റസ്. അവർക്കുണ്ടായിരുന്നത് വളരെ ചെറിയ താഴ്ന്ന സ്റ്റാറ്റസ്. ആ സമൂഹത്തിലെ അവരുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ടാണ്, അല്ലെങ്കിൽ സമൂഹത്തിലെ താഴ്ന്ന വിഭാഗമായിട്ടാണ് ഈ തേർഡ് എസ്റ്റേറ്റിൽപ്പെട്ട ആളുകളെ കണക്കാക്കിയിരുന്നത്. ആൻഡ് ദി ഫോർത്ത് വൺ, they paid taxes
ടു ക്ലർജി ആൻഡ് നോബിൾസ്. നമ്മൾ മുൻപ് പറഞ്ഞു, നോബിൾസും ക്ലർജിയും സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിരുന്നു? ഫാർമേഴ്സിന്റെ ഒക്കെ കയ്യിൽ നിന്ന് ടാക്സ് പിരിച്ചിരുന്നു. അത് കൂടാതെ ടിലെ എന്ന പേരുള്ള ഒരു ടാക്സ് എന്ത് ചെയ്യുമായിരുന്നു? ഗവൺമെന്റിന് അടക്കുകയും ചെയ്യണമായിരുന്നു. അതായത് ഇവരുടെ മുകളിലുള്ള മറ്റ് എസ്റ്റേറ്റുകളെ സാമ്പത്തികമായി മറ്റ് സ്റ്റേറ്റുകൾ ഇവരെ സാമ്പത്തികമായി നല്ലവണ്ണം ചൂഷണം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ 3 എസ്റ്റേറ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ സമൂഹത്തിലെ 3 വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ആ നാട്ടിലെ ആളുകൾ എത്രത്തോളം പ്രശ്നങ്ങൾ സഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കും. അപ്പോ ഇതിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാൽ ബുദ്ധിമുട്ടിയ സാധാരണക്കാരായ ആളുകൾ ഫ്രാൻസിൽ ഒരു റവല്യൂഷൻ നടത്തി. ആ റവല്യൂഷനാണ് ഇത് ഫ്രഞ്ച് റവല്യൂഷൻ. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞ സമയത്ത് ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ സ്വാധീനിച്ച ചില തിങ്കേഴ്സ്, ചില ചിന്തകന്മാരുടെ പേര് നമ്മൾ പറഞ്ഞിരുന്നു. എന്നിട്ട് അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 തിങ്കേഴ്സിനെ പഠിക്കേണ്ടതുണ്ട്. 3 തിങ്കേഴ്സായ അല്ലെങ്കിൽ 3 തത്വചിന്തകന്മാരായ 3 ആളുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് 3 ആളുകളുടെ പേരാണ്. അതൊരു പക്ഷേ നമ്മൾ മുൻപ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കേട്ടിട്ടുണ്ടാവും. വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. ആരൊക്കെയാ? വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ എന്ന പേരുള്ള 3 തിങ്കേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ നൽകിയിട്ടുണ്ട്, ആളുകൾക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അതിനെന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ വ്യക്തിയായിരുന്നു വോൾട്ടയർ. വോൾട്ടയർ എന്താ ചെയ്തത്? അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. ഹി റിഡിക്യൂൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി. റിഡിക്യൂൾഡ് എന്ന് പറഞ്ഞാൽ പരിഹസിച്ചു എന്നാണ്. അല്ലെങ്കിൽ ഹി ഒപ്പോസഡ്, അദ്ദേഹം എതിർത്തു എന്ന് നമുക്ക് പറയാം. ഹി ഒപ്പോസഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി. പുരോഹിതന്മാരായ ആളുകൾ ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെ, ചൂഷണം ചെയ്യുന്നതിനെ ഹി ഒപ്പോസഡ്, അദ്ദേഹം എതിർത്തു. അതേപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് ഹി പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ്, ഐഡിയൽസ് ഓഫ് ഇക്വാളിറ്റി ആൻഡ് ഹ്യൂമനിസം. ഹി പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ്, യുക്തിചിന്ത അദ്ദേഹം വളരെയധികം പ്രൊമോട്ട് ചെയ്തു. അതേപോലെ തന്നെ യുക്തിചിന്തയെ പ്രൊമോട്ട് ചെയ്തു. അതേപോലെ തന്നെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തതാണ് ഇക്വാളിറ്റി, സമത്വം, എല്ലാവരും ഈക്വൽ ആണ് എന്ന ആ ഒരു ഐഡിയ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു. അതേപോലെ തന്നെ ഹ്യൂമനിസം, മാനവികത. എന്താണ് ഹ്യൂമനിസം എന്നുള്ളത് ആ ഒരു റിനൈസൻസ് വിശദീകരിക്കുന്ന സമയത്ത് ഞാൻ 1ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോ ഹി പ്രൊമോട്ടഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാളിറ്റി, ഹ്യൂമനിസം ആൻഡ് also he promoted rational thinking. ഇനി 2ാമത്തെ വ്യക്തിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. അദ്ദേഹത്തിന്റെ പേരാണ് റൂസോ. ഞാൻ പറഞ്ഞു റൂസോ. റൂസോ എന്താ ചെയ്തത് നമുക്ക് നോക്കാം. spelled out the importance of freedom with a statement. Man is born free, but everywhere he is in chains. Man is born free, but everywhere he is in chains. മനുഷ്യരെല്ലാവരും സ്വതന്ത്രരായിട്ടാണ് പിറക്കുന്നത്. പക്ഷേ എല്ലായിടത്തും അവൻ എന്താണ്? ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു വാക്കുകളിലൂടെ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം, ഫ്രീഡത്തിന് എത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ആരാ മനസ്സിലാക്കി കൊടുത്തത്? റൂസോ. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ് എന്ന് പറഞ്ഞത് ആരാണ്? റൂസോ ആണ് പറഞ്ഞത്. അതേപോലെ തന്നെ റൂസോയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, he declared that the people are the sovereign. Rousseau declared that the people are the sovereign. ജനങ്ങൾ ആണ് എന്ത്? പരമാധികാരി. അതായത് പരമാധികാരം ഉള്ളത് ജനങ്ങൾക്കാണ് എന്നും അദ്ദേഹം എന്ത് ചെയ്തു? ഡിക്ലെയർ ചെയ്തു എന്നുള്ളതാണ്. ഇനി 3ാമത്തെ വ്യക്തിയാണ്, ഞാൻ പറഞ്ഞു മോണ്ടസ്ക്യൂ. വോൾട്ടയർ കഴിഞ്ഞു, റൂസോ കഴിഞ്ഞു, മോണ്ടസ്ക്യൂ.
മോണ്ടസ്ക്യൂ ചെയ്തത് എന്താണ് നമുക്കൊന്ന് നോക്കാം. മോണ്ടസ്ക്യൂ ചെയ്തത് ഹി എൻകറേജ്ഡ് ഡെമോക്രസി ആൻഡ് ദ റിപ്പബ്ലിക്. മോണ്ടസ്ക്യൂ എൻകറേജ് ചെയ്തു. എന്തിനെ എൻകറേജ് ചെയ്തത്? ഡെമോക്രസി, ജനാധിപത്യത്തെ, ആൻഡ് റിപ്പബ്ലിക്, ജനാധിപത്യം എന്ന സിസ്റ്റത്തെയും റിപ്പബ്ലിക് എന്ന സിസ്റ്റത്തെയും മോണ്ടസ്ക്യൂ എന്ത് ചെയ്തു? എൻകറേജ് ചെയ്തു, അതിനെ പരിപോഷിപ്പിച്ചു, പ്രോത്സാഹിപ്പിച്ചു. അതേപോലെ തന്നെ മോണ്ടസ്ക്യൂ ചെയ്ത അടുത്തൊരു കാര്യമാണ് he suggested division of powers of the government into legislature, executive and judiciary. Division of the powers of government. ഒരു ഗവൺമെന്റിന്റെ പവേഴ്സിനെ ലെജിസ്ലേച്ചർ എന്നും എക്സിക്യൂട്ടീവ് എന്നും ജുഡീഷ്യറി എന്നും മൂന്നായിട്ട് തിരിക്കണം എന്നുള്ളൊരു ഐഡിയ ഇദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്താണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു. SS പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ് കാര്യനിർവഹണം, ജുഡീഷ്യറി നീതിന്യായം. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്ന പേരിൽ ഗവൺമെന്റിന്റെ പവേഴ്സിനെ മൂന്നായിട്ട് തിരിക്കണം എന്ന ഐഡിയ മുന്നോട്ട് വെച്ചത് ആരായിരുന്നു? മോണ്ടസ്ക്യൂ ആയിരുന്നു. സോ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട തിങ്കേഴ്സിന്റെ മൂന്ന് തിങ്കേഴ്സിന്റെ പേരാണ് പഠിച്ചത്. വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇനി നമുക്ക് ആ ഫ്രഞ്ച് റവല്യൂഷന്റെ തുടക്കവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നോക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഫ്രഞ്ച് സൊസൈറ്റി എന്ന് പറയുന്നത്, അതിലെ 3ാമത്തെ സ്റ്റേറ്റിൽപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് വളരെ ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ഇനി ഫ്രാൻസിന്റെ അന്നത്തെ ചില പ്രത്യേക കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിച്ചു നോക്കാം. അവിടുത്തെ ഭരണാധികാരികൾ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, എ ലക്ഷൂറിയസ് ലൈഫ്, വളരെ ആർഭാടകരമായ ജീവിതമാണ് നയിച്ചത്. ആൻഡ് ദേ വർ സ്ക്വാണ്ടേഴ്സ്, അതേപോലെ തന്നെ അവരെല്ലാവരും ധൂർത്തന്മാരായിരുന്നു. ആൻഡ് ദേ ഫോട്ട് മെനി വാർസ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായി കൊണ്ട് അവർ ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിരുന്നു. ആൾസോ they helped the American people during the time of American War of Independence by giving money and military force. പണം കൊടുത്തും സൈന്യത്തെ വിട്ടുകൊടുത്തിട്ടുമൊക്കെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് അമേരിക്കൻ ജനതയെ ഫ്രഞ്ച് ഭരണാധികാരികൾ എന്ത് ചെയ്തിരുന്നു? സഹായിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളാൽ, അതേപോലെ തന്നെ അവിടെ എന്തുണ്ടായിരുന്നു? ഡ്രോട്ട്, വരൾച്ച ഉണ്ടായിരുന്നു. ക്രോപ്പ് ഫെയിലിയർ, അവരുടെ കൃഷി ചെയ്തിരുന്ന വസ്തുക്കളൊക്കെ നശിച്ചുപോയി. ഇങ്ങനെയുള്ള ചില പ്രത്യേക കാരണങ്ങളാൽ ഫ്രാൻസ് എന്ന് പറയുന്ന ആ രാജ്യത്ത് എന്തുണ്ടായി? These reasons or these factors brought France to the brink of bankruptcy. ഫ്രാൻസിനെ ബാങ്ക്രപ്സി, അതായത് പാപ്പരാക്കി എന്ന് പറയാൻ ചുരുക്കത്തിൽ. സാമ്പത്തികമായിട്ട് ഫ്രാൻസ് എന്തായി? പാപ്പരായി. എന്തുകൊണ്ടാണ് പാപ്പരായത്? ലക്ഷൂറിയസ് ലൈഫ് ഓഫ് കിങ്സ്, ഒന്ന് രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ആ ഒരു ജീവിതം. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്ക്വാണ്ടർ, അവരുടെ ധൂർത്ത് എന്ന് പറയുന്ന കാരണം. മൂന്നാമത്തേത് ക്രോപ്പ് ഫെയിലിയർ, വിളകൾ നശിച്ചുപോയി എന്നുള്ള കാരണം. നാലാമത്തേത് ക്രോപ്പ് ഫെയിലിയർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒന്നായിരുന്നു ഡ്രോട്ട്, വരൾച്ച കാരണം. അതേപോലെ തന്നെ ബിക്കോസ് ഓഫ് ദി വാർസ്, യുദ്ധങ്ങൾ കാരണം. അതേപോലെ തന്നെ ഒരു പോയിന്റ് കൂടിയുണ്ട്, എന്ത്? ഹെൽപ്പ് ചെയ്തു. ആരെ ഹെൽപ്പ് ചെയ്തു? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ദേ ഹെൽപ്ഡ് അമേരിക്കൻ പീപ്പിൾ ബൈ ഗിവിംഗ് മണി ആൻഡ് മിലിറ്ററി ഫോഴ്സ്, സൈന്യത്തെയും പണത്തെയും നൽകിക്കൊണ്ട് അമേരിക്കൻ ജനതയെ സഹായിച്ചു. ഇതുകൊണ്ടൊക്കെ, ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ, അല്ലെങ്കിൽ ഈ ഘടകങ്ങൾ കൊണ്ടൊക്കെ കാരണമായിക്കൊണ്ട് ഫ്രാൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് ബാങ്ക്രപ്സി, അല്ലെങ്കിൽ അവിടെ പാപ്പരത്വം, അവർ പാപ്പരായി സാമ്പത്തികമായിട്ടൊന്നുമില്ലാതെ. അങ്ങനെ
ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം പാപ്പരായപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് 1789 ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്ന ലൂയി 16 എന്ത് ചെയ്തു? ഹി സമ്മൺഡ് ദ സ്റ്റേറ്റ് ജനറൽ. ലൂയി 16 സമ്മൺഡ് ദ സ്റ്റേറ്റ് ജനറൽ ഇൻ 1789. 1789 ലൂയി 16 എന്ന പേരുള്ള ഫ്രാൻസിലെ ഭരണാധികാരി സ്റ്റേറ്റ് ജനറൽ എന്ന പേരുള്ള അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഫ്രാൻസിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പേരാണ് സ്റ്റേറ്റ് ജനറൽ. ഈ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഈ സ്റ്റേറ്റ് ജനറലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആ സമൂഹത്തിന്റെ അവസ്ഥ പോലെ തന്നെയായിരുന്നു. 3 എസ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു എങ്കിലും ദ സിസ്റ്റം, അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട്. അതായത് അവിടെ ഒരു അഭിപ്രായം വന്നാൽ ആ അഭിപ്രായം എടുക്കേണ്ടതുണ്ടോ അതല്ല അത് ഒഴിവാക്കേണ്ടതാണോ എന്ന് തീരുമാനിക്കാൻ വോട്ടിംഗ് സിസ്റ്റം ഉണ്ടാകും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. 3 എസ്റ്റേറ്റിലുള്ള മെമ്പേഴ്സ് ഉണ്ടാവും, പക്ഷെ ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുണ്ടെങ്കിൽ സ്വാഭാവികമായും തേർഡ് എസ്റ്റേറ്റ് എന്നും ഒറ്റപ്പെട്ടു പോകും. തേർഡ് എസ്റ്റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും വോട്ട് ചെയ്ത് തോൽപ്പിക്കാറാണ് പതിവ്. So the third estate, the members of the third estate demanded for the individual voting system. അതുകൊണ്ട് തന്നെ തേർഡ് എസ്റ്റേറ്റിലെ പീപ്പിൾസ് എന്തിനു ഡിമാൻഡ് ചെയ്തു? ഞങ്ങൾക്ക് ഇൻഡിവിജ്വൽ വോട്ടിംഗ് സിസ്റ്റം, ഒരാൾക്ക് ഒരു വോട്ട്, ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ടല്ല, ഒരാൾക്ക് ഒരു വോട്ട് ചെയ്യാനുള്ള അനുവാദം വേണമെന്ന് അവർ എന്ത് ചെയ്തു? ഡിമാൻഡ് ചെയ്തു. ബട്ട് അതർ 2 എസ്റ്റേറ്റ്സ് ഒപ്പോസ്ഡ് ഇറ്റ്. പക്ഷെ എന്ത് ചെയ്തു? മറ്റ് 2 എസ്റ്റേറ്റുകൾ ഉണ്ടല്ലോ, ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും, അവരിതിനെ ഒപ്പോസ് ചെയ്തു. എന്തായിരിക്കും കാരണം? ഒരു വ്യക്തിക്ക് ഒരു വോട്ട് ചെയ്യാനുള്ള അവകാശമാണുള്ളത് എങ്കിൽ എണ്ണത്തിൽ കൂടുതലുള്ള തേർഡ് എസ്റ്റേറ്റിലെ മെമ്പേഴ്സിനായിരിക്കും എല്ലാ തീരുമാനത്തിലും വിജയിക്കാൻ കഴിയുക. അങ്ങനെയായാൽ ഞങ്ങളുടെ സുഖജീവിതം നഷ്ടപ്പെടും എന്നവർ പേടിച്ചു. അതുകൊണ്ട് അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഒപ്പോസ് ചെയ്തു, അവരിതിനെ എതിർത്തു. സോ ദ തേർഡ് എസ്റ്റേറ്റ്, അതുകൊണ്ട് അപ്പോൾ തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്തു? They declared themselves as the National Assembly of France. അവരെ സ്വയം എന്ത് വിശേഷിപ്പിച്ചു? നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്. ഞങ്ങൾ ഫ്രാൻസിലെ നാഷണൽ അസംബ്ലിയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും, എന്നിട്ടോ അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു ടെന്നീസ് കോർട്ടിൽ ഒരു യോഗം ഒത്തുചേരുകയും ചെയ്തു. ടെന്നീസ് കോർട്ടിൽ ഒത്തുചേരുകയും എന്നിട്ട് അവരവിടെ നിന്ന് ഒരു പ്രതിജ്ഞ എടുത്തു. എന്താ പ്രതിജ്ഞ എടുത്തതെന്നറിയോ? ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നത് വരെ ഞങ്ങൾ പിരിഞ്ഞു പോവില്ല എന്നൊരു പ്രതിജ്ഞയും എടുത്തു. എങ്ങനെയാണ്? ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ ഒരു സ്റ്റേറ്റ് ജനറലിൽ ഒരു ഇൻഡിവിജ്വലിന് ഒരു വോട്ട് എന്ന സിസ്റ്റം വേണം എന്ന് തേർഡ് എസ്റ്റേറ്റിലെ മെമ്പേഴ്സ് ഡിമാൻഡ് ചെയ്ത. മെമ്പേഴ്സ് ഓഫ് തേർഡ് എസ്റ്റേറ്റ് ഡിമാൻഡഡ് for the individual voting system, but the other 2 estates opposed it. So the members of third estate declared themselves as the National Assembly of France, and they assembled in a tennis court and they swore, or they took a pledge. അവരൊരു പ്ലഡ്ജ് എടുത്തു. എന്താ പ്ലഡ്ജ് എടുത്തത്? Not to leave until they had framed a constitution of France. Not to leave, ഞങ്ങൾ പിരിഞ്ഞു പോവില്ല. എന്തുവരെ? Until to frame a constitution for France. ഫ്രാൻസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് വരെ ഞങ്ങൾ പിരിഞ്ഞു പോവില്ല എന്നവർ അവിടെ വെച്ച് എന്ത് ചെയ്തു? ഒരു പ്രതിജ്ഞ എടുത്തു. ഈ പ്രതിജ്ഞ അല്ലെങ്കിൽ ഈ ഈവന്റിനെയാണെന്ന് പറയുന്നത് ടെന്നീസ് കോർട്ട് ഓത്ത്. ഓത്ത് ഓഫ് ടെന്നീസ് കോർട്ട് അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നൊക്കെ പറയും. ഇതാണ് ആ ഒരു വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒരു ഭാഗം. ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക.
ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നിങ്ങളത് കേൾക്കേണ്ടി വരും. നന്നായിട്ട് കേൾക്കുക, പാഠപുസ്തകം നന്നായിട്ട് വായിക്കുക. ബാക്കി ഭാഗവുമായിക്കൊണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം.